12 അല്ല 14 മൃതദേഹങ്ങളാണ് എനിക്ക് മുന്നിലൂടെ കടന്നു പോയത്. ഈ ചാലിയാറിലേത് കൂട്ടുമ്പോൾ 14 മൃതദേഹങ്ങൾ 13 മൃതദേഹങ്ങൾ എനിക്ക് മുന്നിലൂടെ കടന്നുപോയി. ഇതാ ഒരു മൃതദേഹം കൂടി എടുത്തുകൊണ്ട് ആളുകൾ വരുന്നുണ്ട്. ഇവിടെ റോഡുണ്ടായിരുന്നു, തൊട്ടടുത്ത് സ്കൂൾ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കഞ്ഞിപ്പുര ഉണ്ടായിരുന്നു. ഇതെല്ലാം പോയി എന്നുള്ളതാണ്. പുഴയുടെ ഗതി തന്നെ മാറി ഒഴുകുന്ന ഒരവസ്ഥ. അത്ര ഭീതിതമായ സ്ഥിതിയാണ്. ഇന്നലെ ഞാൻ ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് ഈ മേഖല മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടുത്തെ അവസ്ഥ മുഴുവൻ പങ്കുവച്ചതാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചതാണ്. അതിന് പിന്നാലെ ആണ് ഈ ഒരു ദുരന്തം വന്നിരിക്കുന്നത്. ആ ചിത്രം, പഴയ ചിത്രം കാണുമ്പോൾ ആ ചിത്രമല്ല, ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം ഇല്ലാതായിരിക്കുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നത് പുഴയുടെ ഇക്കരയാണ്. അക്കരെ എന്താണ് സ്ഥിതി എന്ന് പോലും നമുക്ക് പങ്കുവെക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. കൂറ്റൻ പാറകൾ, വലിയ മരത്തടികൾ, അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന വാഹനങ്ങൾ, മനുഷ്യ ശരീരങ്ങൾ, എങ്ങനത്തെ ഒരു ഭയാനകമായ അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്രമാത്രം വലിയ ദുഷ്കരമായ കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട്ടും 4 സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയെന്ന വാർത്ത വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ 5 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവിധമായ ജാഗ്രതകളും പ്രിയപ്പെട്ട ജനങ്ങൾ പാലിക്കണം. മാത്രവുമല്ല, നിങ്ങൾ അനാവശ്യമായ യാത്രകളൊന്നും ഇന്ന് നടത്താൻ പാടില്ല. കുട്ടികൾക്കൊക്കെ സ്കൂളുകളിലേക്ക് ഇന്ന് അയക്കാതിരുന്നാലും സാരമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കനത്ത മഴ പല ജില്ലകളിലും തുടരുന്നുവെന്ന് നമ്മുടെ പ്രേക്ഷകരും അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് ഉരുൾപൊട്ടിയതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത്, താങ്കൾക്ക് തുടരാം. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്നുള്ള വാർത്ത അപ്ഡേറ്റ് ചെയ്യൂ. സുർജിത്ത് അയ്യപ്പത്ത് തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ വാർത്ത കൂടി ഞാൻ പ്രേക്ഷകരെ അറിയിക്കുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നു. ഏറ്റവും സങ്കടകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 14 പേർ മരിച്ചു എന്നാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നേപ്പാൾ സ്വദേശി കൂടി മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഈ 2 തവണ ഉരുൾപൊട്ടിയ വയനാട്ടിൽ 14 പേരുടെ ജീവൻ അപഹരിച്ചു എന്ന വാർത്ത വരുന്നു. ചൂരൽമലയും അതുപോലെ മുണ്ടകയും ഒറ്റപ്പെട്ട പ്രദേശങ്ങളായി തുടർന്നു. മരിച്ചവർ 2 കുട്ടികൾ കൂടിയുണ്ട്. മരണം 14 ഉയർന്നു. ഈ വയനാട്ടിലേക്ക് ഉരുൾപൊട്ടി കുത്തി ഒഴുകിയ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും 14 പേരുടെ ജീവൻ അപഹരിച്ചു എന്നാണ് വാർത്ത വരുന്നത്. നമുക്കൊപ്പം ഈ മുണ്ടകൈ ഭാഗത്ത് ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ വാർത്താ സംഘത്തിൻ്റെ തലവൻ സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുകയാണ്. സുർജിത്തിന് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നത് കൊണ്ട് യഥാർത്ഥ ചിത്രം നമ്മോട് പറയാൻ കഴിയാത്തതിൽ ശ്വാസം മുട്ടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുർജിത്ത്, നമ്മളുടെ മാധ്യമപ്രവർത്തകർക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ ദുരന്തം അതേ രീതിയിൽ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞേ പറ്റൂ. താങ്കൾ തുടരൂ. വിളിച്ചായിരുന്നു ഫോണിൽ. വാർത്ത വരുന്നു. മലപ്പുറം നിലമ്പൂർ ചാലിയാർ പുഴയുടെ അക്കരെ ഇരുട്ടുകുത്തിയിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇതുവരെ നിലമ്പൂരിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം 6 ഉയർന്നു. ആദ്യം കണ്ടെത്തിയ 3 മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, എന്താണ് അവിടുത്തെ അവസ്ഥ മലപ്പുറത്ത്? നിലവിൽ ഏറ്റവും ഒടുവിൽ 3 മൃതദേഹങ്ങൾ കൂടി നിലവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. നിലമ്പൂർ ചാലിയാർ പുഴയുടെ അക്കരെ ഇരുട്ടുകുത്തി എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നാണ് 3 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഴയുടെ അക്കരെ പോയി മൃതദേഹം എടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരൊപ്പം തന്നെ പോലീസും എല്ലാവരും ഉള്ളത്. ഇതിനു മുന്നേ 3 മൃതദേഹങ്ങളാണ് അതിനു മുന്നേ കണ്ടെത്തിയിരുന്നത്. ഒന്ന് പൂതാനം മച്ചിക്കൈ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അതിനു മുന്നേ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ പോത്തുകൽ പഞ്ചായത്തിലെ പൂതാനം വെള്ളിലമാട് കുന്നിൽ ഭാഗത്ത് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട നിലയിൽ പ്രായമായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അതിനു മുന്നേ 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ 6ഓളം മൃതദേഹങ്ങളാണ് നിലവിൽ ഈ നിലമ്പൂരിലെ ചാലിയാർ പുഴയുടെ ഒഴുക്കിൽപ്പെട്ട് വന്നതായി നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യം കണ്ടെത്തിയ കുട്ടിയുടേതും ഒപ്പം തന്നെ ഈ പ്രായമായവർ ഉൾപ്പെടെയുള്ള 3 മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കൂടുതൽ മൃതദേഹങ്ങൾ ഈ നിലമ്പൂർ പുഴയിൽ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ ഈ ഭാഗത്ത് മൃതദേഹങ്ങൾ നിലവിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒഴുക്കിൽപ്പെട്ട് കൂടുതൽ മൃതദേഹങ്ങൾ
കണ്ടെത്തിയതായിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിലവിൽ ഒരു 3 വയസ്സ് പ്രായമായ കുട്ടിയുടെ മൃതദേഹം, അതോടൊപ്പം തന്നെ പ്രായമായ ഒരു വയോധികന്റെ മൃതദേഹം തലയില്ലാത്ത നിലയിലായിരുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ മൃതദേഹം, ഇങ്ങനെ മറ്റൊരു 3 മൃതദേഹങ്ങളുമാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒടുവിൽ കണ്ടെത്തിയ 3 മൃതദേഹങ്ങൾ നിലവിൽ കരക്കെത്തിക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകരുള്ളത്. താങ്ക് യു. സമീർ ബിൻ കരീമാണ് നമുക്കൊപ്പം ചേർന്നത്. ഏറ്റവും അപകടകരമായ സാഹചര്യം അവിടെയും നിലനിൽക്കുന്നു. ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് കക്കയം ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി കൂടുകയാണ്. 2 ഷട്ടറുകളും വിവിധ ഘട്ടങ്ങളായി 4 അടി വീതം ഉയർത്തിക്കഴിഞ്ഞു. മഴയും നീരൊഴുക്കും ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇനിയും ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഈ പുഴയുടെ ഇരുഭാഗങ്ങളിലും താമസിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വയനാട് നടുങ്ങി നിൽക്കുന്ന ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പല വിദേശ ടൂറിസ്റ്റുകളും വയനാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ കനത്ത മഴ പെയ്യുകയാണ്. എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. 5 ജില്ലകളിൽ ഇപ്പോൾ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. വയനാട്ടിലെ ചൂരൽ മലയിലും അതുപോലെ മുണ്ടകയിലും ഉരുൾപൊട്ടിയത് മൂലം 14 പേർ മരിച്ചുവെന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത. ചൂരൽമലയിൽ മാത്രമുള്ള കണക്കാണ് ഈ 14 പേരുടെ കാര്യം. ചാലിയാറിലെ യഥാർത്ഥ കണക്ക് ഇതിൽ കൂട്ടിയിട്ടില്ല എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. എന്തായാലും ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും നടുക്കുന്ന വിറങ്ങലിച്ച സാഹചര്യം നിലനിൽക്കുകയാണ്. അവിടെ ജീവന് വേണ്ടി നിലവിളിക്കുന്ന നാട്ടുകാരുടെ നമ്പർ കൂടുന്നു എന്ന വാർത്ത കൂടി വരുന്നു. അവിടെ വാർത്താ സംവിധാനങ്ങൾ ഈ രീതിയിൽ തകരാറിലായിട്ടുണ്ട്. പല ആളുകൾക്കും പരസ്പരം ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം. പൂർണ്ണമായി പല സ്ഥലങ്ങളും വൈദ്യുതി നിലച്ചു പോയിട്ടുണ്ട്. വീടുകൾക്കുള്ളിലേക്ക് പടുകൂറ്റൻ പാറക്കൂട്ടങ്ങൾ വീണുകിടക്കുന്നു. ഈ പാറക്കൂട്ടങ്ങൾ അവിടെ നിന്ന് മാറ്റുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, വീടിൻ്റെ മേൽക്കൂര പൊട്ടിക്കാനോ ഭിത്തികൾ തകർത്ത് അകത്ത് കയറി ആളുകളെ രക്ഷപ്പെടുത്താനോ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ അല്പം മുമ്പ് നമ്മോട് പറഞ്ഞു. മാത്രമല്ല, ഒരു ആയുധവും അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. മാത്രമല്ല, രക്ഷാദൗത്യ സംഘാംഗങ്ങൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം. കുത്തി ഒലിച്ചു വന്ന ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയത്, ചൂരൽമലയിലെ പാലം ഒലിച്ചുപോയതോടെ ഈ മുണ്ടകൈ ഭാഗം ഒറ്റപ്പെട്ട പ്രദേശമായി മാറിക്കഴിഞ്ഞു. ചൂരൽമലയിലും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പല ആളുകളും തങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് സന്ദേശങ്ങളും വിളികളുമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.